വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നിപ്പം സിവിലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഷോർട്ട് ലിസ്റ്റുകളാണ് PSC പുറത്തിറക്കിയത്. ഒന്ന് എക്സ്ട്രീം പോളി സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. രണ്ടാമത്തത് ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ എഞ്ചിനീയറിംഗ്, PWD ബൈ ഇറിഗേഷൻ. അപ്പോൾ നമുക്ക് രണ്ടിൽ എന്താ ഷോർട്ട് ലിസ്റ്റ് എത്രയാണെന്നും അതുപോലെ എത്ര വേക്കൻസീസ് ആണ് അതിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓവർസിയർ ട്രേസർ സിവിൽ സ്റ്റേറ്റ് വൈഡ് 696/2022 കാറ്റഗറി നമ്പർ 14/7/2021 എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് എത്ര പേര് മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ നല്ല ആൾക്കാർ ഇൻക്ലൂഡ് ആയിട്ടുണ്ടല്ലോ അല്ലെ. ഓക്കെ, അത് ടെൻറ്റേറ്റീവ് ആയിട്ട് 889 പേര് മെയിൻ ലിസ്റ്റിലും 930 പേര് സപ്ലിമെന്റ് ലിസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ലേബിൾ ലിസ്റ്റിൽ 28 പേരും ടോട്ടൽ 1847 പേര് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 66 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ ഇതിൽ ഓൾറെഡി വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോറി, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. സ്വാഭാവികം നിങ്ങൾ എന്താ റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഇതിന് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങളുടെ വൺ ഡേ വെരിഫിക്കേഷൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ, വൺ ഡേ വെരിഫിക്കേഷന്റെ ഡേറ്റും സമയവും സ്ഥലവും ഒക്കെ എന്താ നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങളെ ഇൻഫോം ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർസിയറിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓവർസിയർ ഗ്രേഡ് 3 അല്ലെ, PWD ബാർ ഇറിഗേഷൻ. ഇനിയിപ്പോ അടുത്തത് ലക്ഷ്മി പോളി ആണെങ്കിൽ 7/7/2021 കണ്ടക്ട് ചെയ്ത എക്സാം ആണ്. 251/2022 അപ്പോ ഇതിൽ എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം 91 പേര് മെയിൻ ലിസ്റ്റിൽ, 117 പേര് സപ്ലിമെന്റ് ലിസ്റ്റില്, ഡിഫറെന്റ് ഏബിൾ ലിസ്റ്റിൽ 15 പേര്, ടോട്ടൽ 223 പേര് അവർക്ക് എന്താ ഷോർട്ട് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 53.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ വൺ ഡേ വെരിഫിക്കേഷൻ കഴിയാത്തവരാണെങ്കിൽ വൺ ഡേ വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ബിടെക്കിന്റെ മാർക്കും കൂടി ഇതിൽ ആഡ് ആയിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവരും നോക്കി കഴിഞ്ഞാൽ 251/2022 അല്ലേ, 251. അതെ, ഓക്കെ. ലക്ഷ്മൺ സിവിൽ എഞ്ചിനീയറിംഗിന് 7 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 13/11/2023 വരെ 7 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ 7 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം അതേപോലെ 696/2022 അതില് വേക്കൻസീസ് എത്രയാണെന്ന് എല്ലാവരും അവരോട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.